എല്ലാവർക്കും നമസ്കാരം. ജീവിതത്തിൽ ഉയർച്ച നേടുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചും ജീവിതത്തിൽ ഉയർച്ച നേടാനും അതുപോലെ തന്നെ ഒറ്റപ്പെടലിനെ മറികടക്കാനുമുള്ള ഒരു മന്ത്രത്തിനെക്കുറിച്ചും രോഗങ്ങളെ സർവ്വ രോഗങ്ങളും, അതായത് എത്ര വലിയ മാരക രോഗമാണെങ്കിൽ പോലും അത് മാറിപ്പോകാൻ സഹായിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ആ ഒരു മന്ത്രത്തിനെക്കുറിച്ചും പറയട്ടോ. ഒരു വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണല്ലേ. അപ്പോൾ ഈ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ നമ്മളെല്ലാവരും തകർന്നു പോകാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാറുമില്ല. പക്ഷേ ഒരു കൊടുങ്കാറ്റിന് മുന്നേയുള്ള ശാന്തത പോലെയാണ് ജീവിതവും. ഒരു പ്രശ്നം വരും, അല്ലേ? ഒരു പ്രശ്നം വരും, അത് പരിഹരിക്കപ്പെടും. അത് പ്രകൃതി നിയമമാണ്. എപ്പോഴും ആർക്കും സന്തോഷിച്ച് ഇരിക്കാൻ കഴിയില്ല എന്നുള്ളതും സത്യമുള്ള കാര്യമാണ്. അപ്പോൾ ദുഃഖങ്ങൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു ചോദ്യമുണ്ടാകും. ശരിയാണ്, എല്ലാവരും മോട്ടിവേഷൻസ് തരാറുണ്ട്. പക്ഷേ ദുഃഖങ്ങൾ വരുമ്പോൾ അവരവർക്ക് വരുമ്പോൾ മാത്രമാണ് അവരവർക്ക് അതിൻ്റെ വേദന മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഭഗവാനെ കൈമുറുകെ പിടിക്കുക എന്നുള്ളത്. ഇത് ഒരുപാട് വീഡിയോകളിൽ എല്ലാവരും പറയണ കാര്യമാണ്. പക്ഷേ ഈ ഒരു മന്ത്രം ജപിച്ച് നിങ്ങൾ ഉറപ്പായിട്ടും ശ്രമിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതാണ്. 100% ഉറപ്പുള്ള കാര്യമാണ്. അപ്പോൾ എത്ര വലിയ അസുഖമാണെങ്കിൽ പോലും ഈ ഒരു മന്ത്രം ജപിച്ച് ഭഗവാനെ ധ്യാനിച്ചാൽ, ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഭഗവാന്റെ അടുത്തിരുന്ന് ഭഗവാന്റെ 2 കൈയും നമ്മുടെ കൈകൾ കൊണ്ട് പിടിക്കുന്നതായിട്ട് സങ്കല്പിച്ച് വേണം ഈ ഒരു മന്ത്രം ജപിക്കാൻ. അതായത് ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിൽ. അപ്പോൾ കൃഷ്ണഭക്തർക്ക് കൂടുതലും ഭഗവാന്റെ സാന്നിധ്യങ്ങൾ അറിയാറുണ്ട് എന്ന് കേൾക്കാറുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഒരു സാന്നിധ്യം അറിയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, ഭാഗ്യമുള്ള കാര്യമാണ്. ഭഗവാന്റെ സാന്നിധ്യം കിട്ടുക എന്നുള്ളത് ഏതൊരു മനുഷ്യൻ്റെയും വലിയ ആഗ്രഹവും കൂടിയാണല്ലോ, അല്ലേ? അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. മന്ത്രം മാത്രമല്ല കേട്ടോ, ഇനി ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പറയുന്നുണ്ട്. എല്ലാം കേട്ടാൽ മാത്രമേ ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഫലം കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു മന്ത്രം ഇതാണ്: ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ. ഇതാണ് ആ മന്ത്രം കേട്ടോ. നിസ്സാരമായിട്ട് കാണരുത്, വളരെ ശക്തിയുള്ള ഒരു മന്ത്രമാണ്. ഈ ഒരു മന്ത്രം മുന്നേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വീണ്ടും പറയാൻ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് പേര് വേദനിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും എല്ലാവരും ചുറ്റും ഉണ്ടെങ്കിലും നമ്മളെല്ലാവരും ഒരു നിമിഷം ഒറ്റപ്പെട്ട ഒരു ജീവിതത്തിലേക്കാണ് കടന്നു പോകുന്നത്, അല്ലേ? എല്ലാവരും ഒറ്റപ്പെട്ട ഒരു ജീവിതം, അതായത് ചുറ്റും എല്ലാവരും ഉണ്ട്, എന്നാൽ നമ്മളൊരു ഒറ്റപ്പെടലാണ് അനുഭവിക്കുന്നത്. അങ്ങനെ ഒരുപാട് മിക്ക ആളുകളുടെയും ജീവിതത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. എല്ലാവരുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആ ഒരു വിഷമം നമ്മളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടായിരിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഉറപ്പായിട്ട് ആ ഒരു വേദന അനുഭവിച്ചിട്ടുണ്ട്. കൃഷ്ണൻ മാത്രമല്ല, രാമസ്വാമിയും. അദ്ദേഹം തൻ്റെ പ്രാണതുല്യായിട്ടുള്ള സീതാദേവിയെ വനവാസത്തിന് ഉപേക്ഷിച്ചപ്പോൾ അദ്ദേഹം തികച്ചും ഒറ്റപ്പെട്ട് ആണ് ജീവിച്ചത്. സീതാദേവിയും അങ്ങനെ തന്നെയാണ്, അല്ലേ? ആത്മാവ് ഇരു ശരീരങ്ങളും ഒരു ആത്മാവുമായിട്ട് കഴിയുന്നവർക്ക് ഒരിക്കലും വേർപിരിയാൻ കഴിയില്ല. അത് സത്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് മാത്രമല്ല, ഒറ്റപ്പെടുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു കാര്യം. കാരണം ഒരിടത്ത് പോയിട്ട് ശാന്തമായിട്ടിരിക്കുക. ശാന്തമായിട്ടിരുന്നിട്ട് ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടലുകൾ ആസ്വദിക്കാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ്. ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് ഒരു ശല്യവും ഒരു ഡിസ്റ്റർബും നമുക്കില്ലാത്ത സമയത്ത് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഒറ്റപ്പെട്ടല്ലോ, നമുക്ക് ആരും ഇല്ലല്ലോ എന്ന് വിഷമിച്ചിരിക്കാതെ ആ കണ്ണുകൾ മുറുകെ അടച്ച് നമുക്കെല്ലാം തന്നെ ഭഗവാനെ മനസ്സിൽ സ്മരിച്ച് ഈ നാമം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ എന്നുള്ള ഈ ദിവ്യമായിട്ടുള്ള മന്ത്രം മനസ്സറിഞ്ഞ് ജപിച്ചു നോക്കൂ. നിങ്ങളുടെ അടുത്ത് ഭഗവാൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് നിങ്ങൾക്കത് ഒരു ഫീല് തോന്നും. അത് മാത്രമല്ല, ഈ നാമം ജപിക്കുന്നതിന് മുന്നേ ഒരു നല്ല സുഗന്ധമുള്ള ഒരു തിരി കത്തിച്ച് വയ്ക്കാനും ശ്രമിക്കുക കേട്ടോ. ആ ഒരു തിരിയുടെ സുഗന്ധവും ആ ഒരു പ്രാർത്ഥനയുടെ ശക്തിയും എല്ലാം നിങ്ങളെ ഒരു ദൈവീക ലോകത്ത് കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ളത് നിശ്ചയമായിട്ടുള്ള കാര്യമാണ്, അനുഭവിച്ചിട്ടുള്ള കാര്യമാണ്. വളരെ സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. ആരോടും നമുക്ക് മനസ്സിലൊരു ദേഷ്യമോ വൈരാഗ്യമോ ഒന്നും സൂക്ഷിക്കരുത്. എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക. സന്തോഷവും സമാധാനവും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. മനുഷ്യരാണ്,
പറയാൻ എളുപ്പമുണ്ട് അല്ലേ? അത് പ്രവർത്തിക്കാൻ വളരെ പാടാണ്, സത്യമാണ്. പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്, എല്ലാവർക്കും ഉപദേശിക്കാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഇത് പ്രവർത്തിച്ച് കാണിക്കാനാണ് പാടല്ലേ? അപ്പോഴേ എല്ലാവരും, ഞാനും നിങ്ങളും, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് നമ്മുടെ ജീവിതത്തിലെ ഒറ്റപ്പെടുന്ന നിമിഷങ്ങൾ ഭഗവാന് വേണ്ടി സമർപ്പിക്കാം. അവിടെ ദുഃഖങ്ങൾക്കോ നിരാശയ്ക്കോ ഒന്നും സ്ഥാനമില്ല. എല്ലാം ഭഗവാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയാം, അല്ലേ? നമ്മൾ എപ്പോഴും ഒരു സ്റ്റെപ്പ് മുകളിൽ വയ്ക്കുക. ഒരു സ്റ്റെപ്പ് വച്ചാൽ മാത്രമേ ഭഗവാന് ബാക്കി നമ്മളെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സഹായിക്കാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് സ്ത്രീകൾ, വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സ്ത്രീകളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. മക്കള് രാവിലെ സ്കൂളിൽ പോകും, ഹസ്ബൻഡ് ഓഫീസിൽ പോകും. പിന്നെ അവരുടെ ജീവിതം, അവർ ഒറ്റപ്പെട്ടാണ് ബാക്കി സമയം മുഴുക്കെ വീട്ടിൽ കഴിയണത്. ഒരിക്കലും സ്വന്തം ഭാര്യയെ ഒരു കുത്തുവാക്ക് കൊണ്ടുപോലും നോവിക്കരുത്. കാരണം അവർക്ക് കഴിവില്ലാഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർക്ക് അതിന് പറ്റാത്തതുകൊണ്ടോ ഒന്നും അല്ല അവരത് ചെയ്യാത്തത്. അവർ ചിന്തിക്കുന്നത് എന്താണ്? നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നല്ലൊരു ജീവിതം തരാൻ വേണ്ടിയിട്ടാണ് അവർ രാവും പകലും എന്ത് ചെയ്യുന്നത്, അവരാ വീട്ടിൽ കഴിയണത്, അല്ലേ? എൻ്റെ മക്കൾക്ക്, ഞാൻ എവിടെയെങ്കിലും പോയാൽ, ജോലിക്കോ പഠിക്കാനോ പോയാൽ എൻ്റെ മക്കൾക്ക് ആരുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ ആരുണ്ട്, മക്കളെ നോക്കാൻ ആരുണ്ട് എന്നുള്ള ചിന്തയാണ് ഒരു സ്ത്രീയെ വീട്ടിൽ തളച്ചിടുന്നത്. അപ്പോൾ അവരെ അധികം ബഹുമാനിക്കുക, അവരെ സ്നേഹിക്കുക, അവരുടെ നല്ല കാര്യങ്ങളെ, അവരുടെ കഴിവുകളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക. ഇതൊക്കെ ഒരു ഗൃഹസ്ഥന് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഗൃഹസ്ഥയുള്ള വീട്ടില് മഹാലക്ഷ്മി വസിക്കും. സ്ത്രീകളെ സന്തോഷിപ്പിക്കുന്ന ഗ്രഹങ്ങളിൽ മഹാലക്ഷ്മി വസിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട കേട്ടോ. അപ്പോഴെല്ലാവരും, ഭാര്യമാരുള്ളവർ എന്ത് ചെയ്യുക? ഭാര്യമാരെ സന്തോഷിപ്പിക്കുക, അമ്മമാരെ സന്തോഷിപ്പിക്കുക, സഹോദരികളെ സന്തോഷിപ്പിക്കുക, എല്ലാവരെയും, മക്കളെയും എല്ലാവരെയും സ്നേഹിക്കാൻ ശ്രമിക്കുക. തിരിച്ചും ആ ഒരു സ്നേഹം നിങ്ങൾക്കും കൊടുക്കാൻ സാധിച്ചാൽ അത്രയും സന്തോഷം. മാത്രമല്ല, ഞാൻ ഈ നേരത്തെ പറഞ്ഞല്ലോ, ഉയർച്ചയിലെത്താൻ സാധ്യതയുള്ള ഈ ഒരു വർഷം വളരെ ഭാഗ്യമുള്ള 2-3 നാളുകളെ കുറിച്ച് പറയട്ടോ. 2-3 ഒരു കുറച്ച് ഉണ്ട് കേട്ടോ, ഒരു 4-5 നാളുണ്ട്. അപ്പോഴതിനെ കുറിച്ച് പറയാം എന്ന് പറഞ്ഞിട്ട് ബാക്കി നാളൊന്നും മോശമെന്നോ അല്ലെങ്കിൽ അവർക്ക് മോശ സമയമൊന്നും ഒന്നും അല്ല പറയുന്നത്. ഇപ്പോൾ നിലവില് ഈ ഒരു ഇതില് ഈ നാളുകാർക്ക് കുറച്ച് മുന്നേറ്റം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചുമ്മാ ഇരുന്നാൽ മുന്നേറ്റം ഉണ്ടാവില്ല, അതിനുവേണ്ടി പ്രയത്നിച്ചു കൊണ്ടേയിരിക്കണം. അപ്പോൾ നാളുകാർ പറയാം: കാർത്തിക, അശ്വതി, രേവതി, പൂരം, ഉത്രട്ടാതി. ഇതാണ് നാളുകാർ കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. ഭഗവാൻ എപ്പോഴും നമ്മളുടെ കൂടെ തന്നെയുണ്ട്, അതിനൊരു സംശയമില്ല. ഒരുപാട് പേര് പറഞ്ഞ വിഷമത്തിൻ്റെ പുറത്താണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. ഒരുപാട് പേരെ വിളിക്കുമ്പോൾ ഒരുപാട് പേര് പറയണ വിഷമാണിത്, ആരും ഇല്ലാത്ത പോലെ ഒരു തോന്നലാണ്. പക്ഷെ ആരും വിചാരിക്കേണ്ട, ഭഗവാൻ ഉണ്ടല്ലോ, അല്ലേ? ഊണിലും ഉറക്കത്തിലെല്ലാം ഭഗവാനുണ്ട്. അത് എപ്പോഴും ചിന്തിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക. എപ്പോഴും ഐശ്വര്യവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു മന്ത്രം മറക്കാതെ ജപിക്കുക. ഓം അച്യുതായ നമ, ഓം അനന്തായ നമ, ഓം ഗോവിന്ദായ നമ. നമ്മുടെ പൊന്നുണ്ണിക്കണ്ണൻ്റെ കാണുന്ന ഈ പിക്ചർ ഉണ്ടല്ലോ, അത് മനസ്സിൽ സങ്കല്പിച്ച് ജപിച്ചോളൂ. ഹരേ കൃഷ്ണ.